ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് കാണാനായിട്ട് സാധിക്കും. പച്ചയായ ചെടികളും മരങ്ങളും നമ്മുടെ ചുറ്റുപാടിന് പോസിറ്റിവിറ്റിയും ഭംഗിയും നൽകുന്നു. എന്നാൽ ഇത് മാത്രമാണോ സസ്യങ്ങൾ നമുക്ക് തരുന്നത്? ഒരിക്കലുമല്ല. വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള ചില സസ്യങ്ങളുണ്ട്. അത് വായു ശുദ്ധീകരിക്കുകയും അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള ചില വാസ്തു സസ്യങ്ങളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷമായ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. ആദ്യം തന്നെ നമുക്ക് വീടിന് ആവശ്യമായിട്ടുള്ള ചില വാസ്തു സസ്യങ്ങളും അത് വച്ചുപിടിപ്പിക്കേണ്ട ദിശയും കൂടെ ഒന്ന് നോക്കാം. മുളച്ചെടി, വീടിൻ്റെ കിഴക്കോ തെക്ക് കിഴക്കോ മൂല. വേപ്പ് മരം, വടക്കു പടിഞ്ഞാറൻ കോർണർ ദിശ. മണി പ്ലാന്റ്, തെക്കു കിഴക്കേ മൂലയുടെ ദിശ. ലാവൻഡർ ചെടി, വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശ. പീസ് ലില്ലി, തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശ. പാമ്പ് ചെടി, തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ദിശകൾ. തുളസി, കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് ദിശകൾ. അശോകമരം, വടക്ക് ദിശ. പൂച്ചെടി, ഒരു ജനലിനടുത്തുള്ള സ്വീകരണ മുറി. ഓർക്കിഡുകൾ, വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂല. വാഴമരം, വടക്ക് കിഴക്ക് ദിശ. ഡാഫോഡിൽ, വടക്ക് അല്ലെങ്കിൽ വടക്കു കിഴക്ക് ദിശ. റബ്ബർ പ്ലാന്റ്, തെക്കു കിഴക്ക് ദിശ. മുല്ലച്ചെടി, കിഴക്ക് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശ. കറ്റാർ വാഴ, കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശ. ഒടിയൻ, തെക്കു പടിഞ്ഞാറ് അല്ലെങ്കിൽ വാതിലിൻ്റെ പ്രവേശന കവാടം. ജമന്തി, വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശ. ഹിബിസ്കസ്, വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശ. ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവുന്ന ചെടികളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ. എല്ലാം ഇല്ലാന്നുണ്ടെങ്കിലും ഇതിൽ ചിലതെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെ വീടുകളിലും കാണും. അപ്പോൾ അതിൻ്റെ ദിശ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നമ്മുടെ വീടിന് വാസ്തു ചെടികൾ എന്തൊക്കെ ഗുണങ്ങളാണ് നൽകുന്നത് എന്ന് നോക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം വീട്ടിലെ ചെടികൾ സൂക്ഷിക്കുന്നത് ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നു. വാസ്തുപ്രകാരം പരിസ്ഥിതിയിൽ നിന്ന് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാൻ സസ്യങ്ങൾ സഹായിക്കുന്നു. ഇത് പോസിറ്റീവ് എനർജി ആകർഷിക്കാനും സഹായിക്കും. ഊർജത്തിന്റെ ഒഴുക്കും സന്തുലിതാവസ്ഥയും നിലനിർത്താനും വാസ്തു സസ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. ചില വാസ്തു ചെടികൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കും. എന്നിരുന്നാലും വാസ്തു സസ്യങ്ങളുടെ ശരിയായ സ്ഥാനവും ആവശ്യം തന്നെയാണ്. സസ്യങ്ങൾ വാസ്തുവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അത് പ്രതികൂല ഫലമുണ്ടാക്കുകയും നിർഭാഗ്യം ആകർഷിക്കുകയും ചെയ്യും. ഇനി ചില വാസ്തു സസ്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുള പ്ലാന്റ്, ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് നമ്മൾ കാണുന്ന ഒന്നാണ് മുള പ്ലാന്റ്. വാസ്തുപ്രകാരം മുള വീട്ടിലേക്ക് സന്തോഷം, ഭാഗ്യം, പ്രശസ്തി, സമാധാനം, സമ്പത്ത് എന്നിവ കൊണ്ടുവരുന്നു. ഇത് നമുക്ക് വീടിനകത്തോ അല്ലെങ്കിൽ ഓഫീസ് ഡെസ്കിലോ ഒക്കെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല സമ്മാനമായിട്ട് നൽകേണ്ട ഒരു ശുഭസസ്യമായിട്ടാണ് ഈ ഒരു സസ്യത്തിനെ കണക്കാക്കുന്നത്. വേപ്പ് മരം നല്ല ഊർജം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സസ്യമാണ്. ആരോഗ്യശമന ഗുണങ്ങൾ കാരണം വളരെ ജനപ്രിയമാണ് വേപ്പ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു വേപ്പുമരം വേണം എന്നാണ് പറയുന്നത്. മണി പ്ലാന്റ്, ഈ പറഞ്ഞതുപോലെ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും നമുക്ക് മണി പ്ലാന്റും കാണാനായിട്ട് സാധിക്കും. വാസ്തുശാസ്ത്രം അനുസരിച്ച് മണി ചെടികൾ നമ്മുടെ വീടിൻ്റെ മുൻമുറിയിൽ തെക്ക് കിഴക്ക് കോണുകളിൽ സ്ഥാപിക്കുമ്പോൾ ഭാഗ്യം വഹിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. നമ്മുടെ വീടിൻ്റെ ഇടനാഴിയിൽ ഒരു മണി പ്ലാന്റ് സ്ഥാപിക്കുന്നത് അതിശയകരമാം വിധം പ്രയോജനകരമാണ് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ലാവൻഡർ പ്ലാന്റ്. ലാവൻഡർ അതിൻ്റെ സുഗന്ധത്തിന് പേരുകേട്ടതും സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നതുമായ ഒരു പ്ലാന്റ് ആണ്. ഇത് ആന്തരിക ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും ആന്തരിക ഭൂതങ്ങളെ കൊല്ലാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ വാസ്തു പ്ലാന്റ് പോസിറ്റീവ് വൈബുകൾ വലിച്ചെടുക്കുകയും തളർന്ന ഞരമ്പുകളെ ശാന്തമാക്കുകയും ചെയ്യും. പീസ് ലില്ലി ചെടി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. ഇത് കിടപ്പുമുറിയിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഉറക്ക രീതി മെച്ചപ്പെടുത്തുകയും മോശം സ്വപ്നങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും. സ്നേക്ക് പ്ലാന്റ്, വാസ്തുപ്രകാരം സ്നേക്ക് പ്ലാന്റ് പോസിറ്റീവ് എനർജിയുടെ മികച്ച ഉറവിടമാണ്. ജാലകത്തിന് സമീപം വയ്ക്കുമ്പോൾ അത് ഓക്സിജൻ സ്ട്രീം മുന്നോട്ട് കൊണ്ടുപോവുകയും മുറിയിൽ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മുറിക്കുള്ളിലെ ദോഷകരമായ വിഷാംശം പുറന്തള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. തുളസിച്ചെടി, ഒട്ടുമിക്ക ഹൈന്ദവ ഗ്രഹങ്ങളിലും തുളസി നിർബന്ധമായിട്ട് നമ്മൾ വച്ചുപിടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ചെടിക്ക് നമ്മൾ നൽകുന്നത് ഒരു പുണ്യസ്ഥാനം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ വലിയ അളവിൽ ഓക്സിജൻ പ്രസരിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. അശോകമരം, അശോകവൃക്ഷം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അകറ്റാനും അതുവഴി സമൃദ്ധി കൊണ്ടുവരാനും സഹായിക്കുന്നു. അതിനാൽ ഒന്നുകിൽ വീടിൻ്റെ വരാന്തയിൽ നടണം,
നിങ്ങൾക്ക് സ്ഥലക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ നടുമുറ്റത്ത് ഒരു കലത്തിൽ ഒരു അശോകവൃക്ഷം സ്ഥാപിക്കാൻ വാസ്തുനുറുങ്ങുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഓർക്കിഡുകൾ വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. പോസിറ്റീവ് വൈബുകളെ ആകർഷിക്കുകയും മുഴുവൻ കുടുംബത്തിൻ്റെയും വളർച്ച സൂചിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇത് വീടിനുള്ള ഏറ്റവും മികച്ച വാസ്തുസസ്യങ്ങളിൽ ഒന്നാണ്. വാഴച്ചെടി വിശുദ്ധവും ആരാധനയും ഉള്ളതിനാൽ വീടിന് ഏറ്റവും മികച്ച സസ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തിരുവെഴുത്തുകൾ പ്രകാരം വാഴപ്പഴം വാസ്തുവിന് ഉത്തമമാണ്, കാരണം ഇത് വിഷ്ണുവിനെ പ്രതീകപ്പെടുത്തുന്നു. റബ്ബർ ചെടി വീടിനുള്ളിൽ നട്ടാൽ അത് ഐശ്വര്യമായി കണക്കാക്കപ്പെടുന്നു. വീടിനുള്ള റബ്ബർ വാസ്തുസസ്യങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയും സമ്പത്തും വാണിജ്യ വിജയവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. റബ്ബർ പ്ലാന്റ് തെക്ക് കിഴക്ക് ദിശയിൽ സൂക്ഷിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യം കൊണ്ടുവന്നേക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. മുല്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാനസികാവസ്ഥ ഉയർത്താൻ കഴിയുന്ന മനോഹരമായ മണം മുല്ലച്ചെടികൾക്കുണ്ട്. ഈ ചെടിയുടെ മറ്റു ഗുണങ്ങൾ അത് ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുന്നു എന്നതാണ്. ഉറക്കത്തെ പ്രേരിപ്പിക്കുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം മുല്ലപ്പൂച്ചെടി പോസിറ്റീവ് എനർജി ആകർഷിക്കുകയും ബന്ധത്തിൽ സ്നേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. തെക്ക് അഭിമുഖമായുള്ള ജാലകത്തിന് സമീപം ഇത് വീടിനകത്ത് സ്ഥാപിക്കണം. വെളിയിലാണെങ്കിൽ കിഴക്ക്, വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലായിരിക്കണം മുല്ലപ്പൂച്ചെടി. കറ്റാർ വാഴച്ചെടി സൂക്ഷിക്കുന്നത് വളരെ ഗുണം ചെയ്യുമെന്ന് വാസ്തുശാസ്ത്രം എടുത്തു കാണിക്കുന്നുണ്ട്. വീട്ടിലെ കറ്റാർ വാഴച്ചെടി വീട്ടിലെ ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്തുന്നു. ഇത് വീട്ടിലെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒഴുക്കിനെ നയിക്കുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം വീട്ടിൽ പോസിറ്റിവിറ്റി ആകർഷിക്കാൻ കറ്റാർ വാഴച്ചെടി എപ്പോഴും കിഴക്കോ വടക്കോ ദിശയിൽ വയ്ക്കുന്നതാണ് നല്ലത്. ചെമ്പരത്തി പോസിറ്റിവിറ്റിയും ഊർജ്ജസ്വലതയും പകരാൻ സഹായിക്കുന്നതിനാൽ വീടിനുള്ള ഏറ്റവും മികച്ച വാസ്തുസസ്യങ്ങളിൽ ഒന്നാണ് ചെമ്പരത്തി. ചെമ്പരത്തി ചെടി സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ദിശ വടക്കോ കിഴക്കോ ആണ്. ഇനി പോസിറ്റിവിറ്റി, ഭാഗ്യം, സന്തോഷം എന്നിവ കൊണ്ടുവരാൻ വീടിനുള്ള ചില വാസ്തു മരങ്ങളെക്കുറിച്ചുകൂടെ പറയാം. വേപ്പുമരം, മാവ്, തെങ്ങ് ഇവയൊക്കെയും തന്നെ നമ്മുടെ വീടിന് ഐശ്വര്യം നൽകുന്ന മരങ്ങളാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ചെടികളൊക്കെയും തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീടിനും നമുക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ചെടികളും മരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഉയർച്ചയ്ക്കായിട്ട് ഈ തരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീടിനുള്ളിൽ നടാൻ പാടില്ലാത്ത ചില സസ്യങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം. അക്കേഷ്യ അറബിക്ക അല്ലെങ്കിൽ ബാബുൽ. വാസ്തുശാസ്ത്രം അനുസരിച്ച് ബാബുൽ എപ്പോഴും വീടിന് പുറത്ത് നടണം. ഉള്ളിൽ നട്ടാൽ അത് ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കും. പുളിമരങ്ങൾ വീടിനുള്ളിൽ ദുരാത്മാക്കളെയോ നെഗറ്റീവ് എനർജിയെയോ ആകർഷിക്കുന്നുവെന്ന് വാസ്തു സൂചിപ്പിക്കുന്നുണ്ട്. ഈന്തപ്പന ദാരിദ്ര്യം കൊണ്ടുവരുന്ന ഈന്തപ്പന മരങ്ങൾ വീടിനുള്ളിൽ സൂക്ഷിക്കാൻ വാസ്തു ഒരിക്കലും ശുപാർശ ചെയ്യുന്നില്ല. കള്ളിച്ചെടി വീട്ടിൽ ചീത്ത ഊർജം പുറപ്പെടുവിക്കുന്നുവെന്ന് വാസ്തു സൂചിപ്പിക്കുന്നു. മുള്ളും മൂർച്ചയുള്ളതുമായ ചെടികൾ നെഗറ്റീവ് എനർജി വഹിക്കുന്നു. വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ അത് നിർഭാഗ്യവും സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കും. വീടിനുള്ള വാസ്തുചെടികൾ സൂക്ഷിക്കുന്ന സമയത്ത് വാസ്തുപ്രകാരം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. എല്ലായ്പ്പോഴും മുള്ളുള്ള ചെടികൾ ഒഴിവാക്കണം. ചെടികളുടെ വാസ്തുപ്രകാരം കള്ളിച്ചെടി പോലുള്ള മുള്ളുള്ള ചെടികൾ നെഗറ്റീവ് എനർജി ആകർഷിക്കുകയും കുടുംബ ബന്ധങ്ങളെ ബാധിക്കുകയും ചെയ്യും. സസ്യങ്ങൾക്കുള്ള വാസ്തുപ്രകാരം നമ്മുടെ ഇൻഡോർ സസ്യങ്ങളുടെ ഇലകൾ പൊടിരഹിതമായി സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെടികളിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ, ഉണങ്ങിയ പൂക്കൾ, ഉണങ്ങിയ ചെടികൾ ഉണ്ടെങ്കിൽ അത് ഒക്കെ പതിവായിട്ട് നീക്കം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീടിൻ്റെ വടക്കു കിഴക്ക് ദിശയിൽ വലിയ ചെടികൾ വളർത്തുന്നില്ലെന്ന് ഉറപ്പാക്കണം. സസ്യങ്ങൾക്കുള്ള വാസ്തുപ്രകാരം ഈ ദിശ എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇന്നെല്ലാവരും പുതിയ മോഡലിലുള്ള വീടുകളൊക്കെ പണിയുന്ന സമയത്ത് അതിൻ്റെ ഭംഗി കൂട്ടാൻ എന്നോണം വീടിനുള്ളിൽ ഇൻഡോർ പ്ലാന്റ്സ് ധാരാളം വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെ ചെടികൾ നടാം, ഏതൊക്കെ നടാൻ പാടില്ല, ഏതൊക്കെ ദിശയിൽ നടണം, ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ വാസ്തുശാസ്ത്രത്തിന് വളരെ വലിയ പങ്ക് തന്നെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.